ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവിത ശൈലി രോഗങ്ങൾ. നമ്മുടെ ഡിഗ്രിയുടെ എന്താ പറയുക മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ 12 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഒരു മാർക്കിന് ഉറപ്പായിട്ടും വന്നിട്ടുള്ള ഒരു സാധനമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 7 മാർക്കുള്ള പരീക്ഷയാണെങ്കിലും അതല്ലെങ്കിൽ ഒരു 4 മാർക്കുള്ള പരീക്ഷയാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ജീവിതശൈലി രോഗങ്ങൾ. അതിൻ്റെ ഏറ്റവും ഇസട്ട് സാധനം നമ്മൾ പഠിച്ചു വയ്ക്കുക. നല്ല 16 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്? ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുന്നു: ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവനവൻ ഉണ്ടാക്കി വെക്കുന്ന അസുഖങ്ങളെ പറയുന്ന പേരാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് എന്താണെടാ? അനാരോഗ്യകരമായ ഒരു ജീവിതശൈലിയുടെ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതിനനുബന്ധിച്ചിട്ടുള്ള മറ്റ് അനുബന്ധ ഘടകങ്ങളോ മൂലമുണ്ടാകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ശരിക്കും എന്ത് വിളിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ജീവിതശൈലി കാരണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ചോയ്സ് കാരണം ഉണ്ടാകുന്ന മറ്റു പല റിലേറ്റഡ് ഫാക്ടേഴ്സും എന്തിന് കാരണമാകുന്നുണ്ട്? ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അതുപോലെ നമ്മുടെ ആധുനിക ജീവിതശൈലിയോ അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമങ്ങളോ അല്ലെങ്കിൽ ശരീര പ്രവർത്തനങ്ങളുടെ അഭാവമാവാം. ചിലപ്പോൾ നമുക്ക് ചില എന്താ പറയുക ടെൻഷൻ വിട്ടുമാറാത്ത സമ്മർദ്ദങ്ങളാവാം, ചില പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില സ്വാധീനങ്ങളാവാം. ഇങ്ങനെ പല രീതികളിൽ നിന്നുള്ള ഒരു ഫൈനലാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചിരിക്കുക. നമുക്കൊരു അനാരോഗ്യകരമായിട്ടുള്ള നമ്മുടെ ജീവിതശൈലിയുടെ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റനുബന്ധ ഘടകങ്ങളോ മൂലം നമുക്കുണ്ടാകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ മോഡേൺ ലിവിങ് ഹാബിറ്റ്സ്, അതുപോലെ ഡയറ്ററി പാറ്റേൺസ്, അതുപോലെ ലാക്ക് ഓഫ് ഫിസിക്കലി ആക്ടിവിറ്റീസ്, അതുപോലെ കൊറോണിക് സ്ട്രെസ്, അതുപോലെ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസസ്, ഇങ്ങനെ പല 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 കാരണങ്ങൾ കാരണം നമുക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചേക്കുക. സെറ്റല്ലേടാ? ഇനി നോക്കടാ, ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് 2 ടേം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വച്ചിരിക്കണം. ഒന്നാമത്തത് ഡിസീസ് ഓഫ് ലോങ്വിറ്റി അല്ലെങ്കിൽ ഡിസീസ് ഓഫ് ലോങ്വിറ്റി അല്ലെങ്കിൽ ദീർഘായുസിന്റെ രോഗങ്ങൾ എന്ന് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നില്ലേടാ? അതിനനുസരിച്ച് അങ്ങനെ ദൈർഘ്യം വർദ്ധിക്കുന്നതിനനുസരിച്ചുണ്ടാകുന്ന ഒരു രോഗമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ കണക്കാക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ദീർഘായുസ്സിന്റെ രോഗങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ദീർഘായുസ്സിന്റെ രോഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതിനെയെന്ന് ചോദിച്ചാൽ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയാണ്. ഇനി അടുത്ത മറ്റൊരു പേര് നോക്കടാ, ഡിസീസസ് ഓഫ് സിവിലൈസേഷൻ. ഡിസീസസ് ഓഫ് സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന അസുഖം ഏത്? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നാഗരികതയുടെ അസുഖങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ രോഗങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തിനെ? അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ നഗരവൽക്കരണം അല്ലെങ്കിൽ ഈ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതശൈലിയിലെ മാറ്റങ്ങള്, ഇതൊക്കെ കാരണം നമുക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. സോ നമുക്കതുകൊണ്ട് ഡിസീസസ് ഓഫ് സിവിലൈസേഷൻ എന്ന് വിളിക്കാം. ആയുസ്സുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഡിസീസ് ഓഫ് ലോങ്വിറ്റി എന്നും നമുക്ക് വിളിക്കാം. എന്തിനെ? ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ. പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചു വെച്ച സാധനങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു വൈൽഡ് ആയിട്ടുള്ള വെർഷനാണ് നമ്മൾ പഠിച്ചു പോവേണ്ടത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസും വരുന്നത്. അടുത്ത് നോക്കണം, അടുത്തൊരു സാധനത്തിന്റെ പേരാണ് ദേശീയ ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ NHM എന്ന് പറയുന്നത്. എന്താണ് NHM അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ? മറക്കണ്ട, NHM അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ. എടാ, എന്താണെടാ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിലെയോ അല്ലെങ്കിൽ നഗരങ്ങളിലെയുള്ള ജനങ്ങൾക്കുള്ള അവരുടെ ആരോഗ്യം ഉണ്ടല്ലോ, ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന രീതിയിലുള്ളതാണ് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ ദൗത്യം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലുള്ള അത് ഗ്രാമമാകട്ടെ നഗരമാവട്ടെ അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല ഗുണനിലവാരമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആരോഗ്യ സേവനങ്ങളെ എത്തിക്കുക, അതും വളരെ മിതമായ നിരക്കിൽ എത്തിക്കുക.
സൗജന്യമായിട്ട് കിട്ടേണ്ടവർക്ക് അങ്ങനെ, അതല്ലാത്തവർക്ക് മിതമായ രീതിയിൽ എത്തിക്കുക എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ NHM എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ജീവിതശൈലി രോഗം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതെന്തിനാണ് പഠിക്കുന്നത്? അതാണ് അവിടുത്തെ പോയിന്റ്. അതിനൊരു കണക്ഷൻ ഉണ്ട്, ആ കണക്ഷൻ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നോക്കിക്കോടാ, നാഷണൽ ഹെൽത്ത് മിഷൻ ഉണ്ടല്ലോ, 2005 ഇത് ആദ്യം ആരംഭിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിക്കുന്ന വർഷം 2005. നാഷണൽ, അതായത് നമ്മൾ ചില പ്രത്യേക മേഖല ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ 2005 നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിക്കുന്നത്. പക്ഷെ അന്നത്തെ അവന്റെ പേരെന്ന് പറയുന്നത് എന്താണടാ? അന്നത്തെ അവന്റെ പേര് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം എന്നായിരുന്നു. 2005 നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിക്കുന്നത്. പക്ഷെ അന്നത്തെ പേര് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നതായിരുന്നു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന സാധനം പിന്നീട് 2013 വന്നിട്ട് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്ന് മാറ്റി. 2005 ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം എന്ന് വിളിച്ചിരുന്ന സാധനത്തിന് 2013 ദേശീയ നഗര ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്ന് മാറ്റി. ഈ അർബൻ ഹെൽത്ത് മിഷൻ എന്ന് മാറ്റിയില്ലേ, ഇതിനെയാണ് പിന്നീട് എന്താക്കി മാറ്റിയത്? ദേശീയ ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാക്കിയത്. അപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷന്റെ ആ ഒരു ചരിത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 2005 ആരംഭിച്ചു. അന്നത്തെ അവന്റെ പേരെന്ന് പറയുന്നത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു എങ്കിൽ 2013 പേരിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്നാക്കി. ആ നാഷണൽ അർബൻ ഹെൽത്ത് മിഷനെയാണ് പിന്നീട് നമ്മൾ മാറ്റിയിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് മാറ്റിയത്. അതായത് ഗ്രാമങ്ങളിൽ പിന്നീട് പട്ടണങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ എന്നത് മാറ്റിയിട്ട് ഇന്ത്യ ഒട്ടുക്കുമെന്ന ഒരു രീതിയിലാണ് അതിനെ നമ്മൾ എന്ത് വിളിച്ചത്? നാഷണൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ ദേശീയ ആരോഗ്യ ദൗത്യം എന്ന ഒരു പേര് വിളിച്ചത്. ക്ലിയർ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെറ്റാണല്ലോ മക്കളെ? നോക്കടാ, ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനിവിടെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുണ്ട്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി 2010 ഇന്ത്യയിൽ ആരംഭിച്ചു. ജീവിതശൈലി നിയന്ത്രണ പദ്ധതി 2010 ഇന്ത്യയിൽ ആരംഭിച്ചു. പഠിച്ചു വെക്കണേടാ, ജീവിതശൈലി നിയന്ത്രണ പദ്ധതി 2010 ഇന്ത്യയിൽ ആരംഭിച്ചു എങ്കിൽ ഇത് നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലാണ് ആരംഭിച്ചത് എന്നതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ. നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിൽ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി 2010 ഇന്ത്യയിൽ ആരംഭിച്ചു. അതിന്റെ പേര് നോക്കടാ, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. എന്തിന്റെയൊക്കെ കൺട്രോൾ? അത് ക്യാൻസർ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, കാർഡിയോ വാസ്കുലാർ ഡിസീസ് ഉണ്ട്, അതുപോലെ സ്ട്രോക്ക് ഉണ്ട്. നോക്കടാ, NPCDCS. മക്കളെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ചില സാധനങ്ങൾ തന്നിട്ട് അതിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പഠിച്ചു വെക്കുന്ന സാധനങ്ങളല്ല എന്നതുകൊണ്ട് അതവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അതെന്തോ വലിയ സംഭവമായിട്ട് തോന്നും. സിലബസിൽ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അവർ ചോദിക്കുന്ന ഒരു ഏരിയ, ഒരു പാറ്റേൺ ഉണ്ട്. അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു വെച്ച പരീക്ഷാ ഹാളിൽ നമുക്കൊരു അങ്കലാപ്പ് വരൂല. പഠിച്ചു വെച്ചോ, ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോ. എന്താണ് NPCDCS? നമ്മുടെ സാധാരണ ചെറിയ പരീക്ഷകൾക്കൊന്നും ഇമാതിരി സാധനം ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവിടെയും ചോദിക്കാറില്ല എന്നൊരു സാധനം വെക്കരുത്. വലിയ പരീക്ഷ അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അവിടെയായിട്ട് ഈ സബ്ജക്റ്റിനൊന്നും മാത്രമല്ല പല സബ്ജക്റ്റുകൾക്കും ഈ സാധനം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സാധനം തന്നിട്ട് അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇത് പഠിച്ചു വെച്ചോ. NPCDS എന്താണ്? എന്താണ്? നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എന്തൊക്കെ? അത് ക്യാൻസർ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്, അതുപോലെ സ്ട്രോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ NPCDCS.
വർഷം 2010. എന്തിൻ്റെ അണ്ടറിലാണ് വന്നത് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അണ്ടറിലാണ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ ആ തുടക്കം 2005 എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ഗ്രാമീണ എന്നൊരു ലേബലിലാണെങ്കിൽ പിന്നീട് ഒരു പട്ടണ എന്നൊരു ലേബൽ, നഗരം എന്നൊരു ലേബലിൽ വന്നു. പിന്നീടാണ് അതൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബലിലോട്ട് മാറിയിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന NHM എന്ന് പറയുന്ന ഒരു ലേബലിലോട്ട് അത് മാറിയത്. NBCDCSന്റെ ഫുൾ ഫോം എന്ത്? നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഫോർ കൺട്രോൾ ഓഫ് എന്തൊക്കെയാണ്? അത് ക്യാൻസർ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്. അപ്പൊ ഇത് 4 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഒരുപാട് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്ന 4 അസുഖങ്ങളായിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നു. ഇത് 4 മാത്രമാണ് ജീവിതശൈലി രോഗം എന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ക്ലിയർ? അടുത്ത് നോക്കടാ. ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മലപ്പുറം ജില്ല, അവിടുത്തെ ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് ചേർന്നിട്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജനകീയ ക്യാമ്പയിൻ ഉണ്ട്. ആ ജനകീയ ക്യാമ്പയിൻ്റെ പേരാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നത് പോലെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടെ ഓർത്തു വച്ചിരിക്കണം, അവിടെ ഒരു പബ്ലിക് ക്യാമ്പയിൻ വന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും അതുപോലെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ്റെ പേരാണ് നെല്ലിക്ക എന്ന് പറയുന്ന ക്യാമ്പയിൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ചും അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അണ്ടറിൽ 2010 ആരംഭിച്ച ആ പദ്ധതിയെക്കുറിച്ചുമൊക്കെ ഓർത്തു വച്ചിരിക്കുക. ഈ പദ്ധതി, അതായത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ആരംഭിച്ച വർഷമേത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റു കുഞ്ഞു പരീക്ഷകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? നമ്മളിപ്പോൾ ബേസിൽ വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വൻ സാധനങ്ങൾ പഠിക്കാനുണ്ട്. നോക്കടാ, മേജർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമുക്ക് നേരത്തെ 4 ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു പോയെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ നോക്കിക്കോടാ. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെടുത്തിയിരിക്കുന്ന ആരൊക്കെ? ഒന്ന് ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതുപോലെ കൊളസ്ട്രോള്, അതുപോലെ ആർത്രൈറ്റിസ്, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ, അതുപോലെ അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന കാർഡിയോവാസ്കുലാർ, അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്, അതുപോലെ അൽഷിമേഴ്സ് ഡിസീസും ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇനി നോക്കടാ, കഴിഞ്ഞിട്ടില്ല. ആസ്മ, അതുപോലെ ക്യാൻസർ, അതുപോലെ കൊറോണിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയുന്ന സാധനം, അതുപോലെ കൊറോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ്. 2 തരമുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് പ്രധാനമായിട്ടും 2 തരമുണ്ട്. അതിലൊന്ന് ടൈപ്പ് 1ഉം രണ്ടാമത്തത് ടൈപ്പ് 2ഉമാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ടൈപ്പ് 2നെ കുറിച്ചാണ്. പിന്നെ എടുത്തു പറയേണ്ടത് മെറ്റബോളിക് സിൻഡ്രോമിനെ കുറിച്ചാണ്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ മെറ്റബോളിസത്തിന്റെ തകരാറ് മൂലമുണ്ടാകുന്ന സിൻഡ്രോം എന്നൊരു കൺസെപ്റ്റ് ഓർത്തു വെച്ചോ. അതുപോലെ ക്രോൺസ് രോഗം എന്ന് പറയും, ക്രോൺസ് ഡിസീസ്. നമ്മുടെ വായു മുതൽ മലദ്വാരം വരെയുള്ള നമ്മുടെ അന്നപദം എന്ന് പറയുന്ന അല്ലെങ്കിൽ അലിമെന്ററി കനാൽ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തുണ്ടാവുന്ന ഒരു അസുതരം അസുഖമാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ സർട്ടൻ കിഡ്നി റിലേറ്റഡ് ഡിസീസ്, വൃക്ക സംബന്ധമായ ചില അസുഖങ്ങൾ. നമ്മളിപ്പോൾ ഈ പറയുന്ന വൃക്ക സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുന്നത് ചില ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടല്ലോ, ജീവിതശൈലി രോഗങ്ങൾ. അത് വന്നതിന് ശേഷം അതിൻ്റെ അനന്തരഫലമായിട്ടുള്ള അടുത്ത ഘട്ടമായിരിക്കും മേ ബി അത്തരം ഡിസീസസ് എന്ന് പറയുന്നത്. അതും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അതുപോലെ ഓസ്റ്റിയോപൊറോസിസ്, അതുപോലെ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നത്. അങ്ങനെ ഓർക്കടാ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ശാരീരികമായും മാത്രമല്ല മാനസികമായും നമ്മളെ തളർത്താറുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ശാരീരികമായും മാത്രമല്ല മാനസികമായിട്ടും തളർത്താറുണ്ട്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, മാനസികമായ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനകത്ത് ഉൾപ്പെടുന്നതാണടാ? ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അല്ലെങ്കിൽ ജീവിത ശൈലി രോഗങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നതാണ്. ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡിസീസസിനെ കുറിച്ചാണ്
അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അപകടകരമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഡിസീസസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശദമായിട്ട് എന്ത് ചെയ്യണത് മക്കളെ, ചർച്ച ചെയ്യുന്നത് എന്നതും കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഇത്രയും വൃത്തിയായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വർഷങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് സംഘടനകളുടെ പേര് പറഞ്ഞു, ഇതൊന്നും മിസ്സാക്കി കളയരുത്. നമുക്കിതിനകത്ത് കളയാനൊന്നുമില്ല, വലുതെന്നോ ചെറുതെന്നോ ഒന്നുമില്ല. എല്ലാം പക്കാ സെറ്റായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ മെയിൻസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻസിന്റെ പരീക്ഷ വൃത്തിക്ക് പഠിച്ചു പോയാൽ സിമ്പിൾ ആയിരിക്കും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അവരുടെ മേഖലയിൽ കൃത്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പോയാൽ സെറ്റായിരിക്കും. അടുത്ത് നോക്കടാ, ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. നോക്കണം, നമുക്ക് എന്താ അറിയാമെന്നുള്ളത്. നമുക്കൊരു 5-6 ജീവിതശൈലി രോഗങ്ങൾ അറിയാം, അതിൻ്റെ 2-3 എക്സാമ്പിൾ അറിയാം. പൊണ്ണത്തടി അതൊരു അസുഖമാണെന്നറിയാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറേ സാധനങ്ങളുണ്ട്. അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് 3 തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്നാമത്തത് മോഡിഫയബിൾ ബിഹേവിയറൽ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ പരിഷ്കരിക്കാവുന്ന പെരുമാറ്റ അപകട ഘടകങ്ങൾ എന്ന് പറയും. ഒന്നാമത്തെ എന്താണ്? പരിഷ്കരിക്കാവുന്ന പെരുമാറ്റ അപകട ഘടകങ്ങൾ അല്ലെങ്കിൽ മോഡിഫയബിൾ ബിഹേവിയർ റിസ്ക് ഫാക്ടർ ആണെങ്കിൽ, രണ്ടാമത്തത് എന്താണെന്നറിയോ? നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ആണ്. രണ്ടാമത്തത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ആണ് എങ്കിൽ, മൂന്നാമത്തെ എന്താണെന്നറിയോ? മെറ്റബോളിക് റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഉപാപചയ അപകട ഘടകങ്ങൾ എന്ന് പറയും. നോക്കടാ, കുറച്ചു നേരം കൊണ്ട് നമ്മൾ മെറ്റബോളിസം എന്നൊരു വാക്ക് പറയുന്നുണ്ട്. എന്താണ് മക്കളെ മെറ്റബോളിസം? അതും കൂടി അറിഞ്ഞിട്ട് പോയാലല്ലേ വൃത്തിയായിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. എന്താണ് മക്കളെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ, എന്താ മെറ്റാബോളിസം? മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ രാസപ്രവർത്തനങ്ങളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനെ നമുക്ക് മെറ്റബോളിസം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഓർത്താൽ മതി, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തെ നമ്മളൊരു ബിൽഡപ്പിൽ വിളിക്കുകയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണ ചിലരുടെ പേര് തങ്കപ്പൻ എന്നായിരിക്കും. അപ്പൊ തങ്കപ്പ എന്ന ഒരാൾ വിളിക്കുമ്പോൾ നാട്ടുകാർ പറയും, എന്ത് പേരടാ ഇത്, എന്ത് പഴഞ്ചൻ പേരടാ എന്ന് പറയുമ്പോൾ നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു പേരിടും അല്ലെ. കുഞ്ഞിക്കുനൻ സിനിമയിൽ ദിലീപ് പറയൂലേ, എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് എന്ന് പറയുന്നത് പോലെ അവിടെ ഒരു ബിൽഡപ്പ് പേരാണ് എന്തെന്ന് പറയുന്നത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഏതൊരു രാസപ്രവർത്തനങ്ങളെയും നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? മെറ്റബോളിസം എന്ന് നമുക്ക് വിളിക്കാം. നിന്റെ ശരീരത്തിൽ നടക്കുന്ന നിന്റെ കോശത്തിലെ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, ആ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന മെറ്റബോളിസം അല്ലെങ്കിൽ രാസപ്രവർത്തനമാണ് ആ കോശം ജീവനോടെ ഇരിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. അപ്പൊ കോശത്തിലെ കോശദ്രവ്യത്തിൽ മെറ്റബോളിസം നടന്നില്ല എങ്കിൽ ആ കോശം നശിച്ചു പോകുമെന്നത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ മെറ്റബോളിസം നടക്കാത്ത ഒരു കോശം ഡെഡ് സെല്ലാണ് എന്ന് നമ്മൾ അങ്ങ് വിധി എഴുതേണ്ടതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് മെറ്റാബോളിസം എന്നത് പിടികിട്ടിയല്ലോ. അപ്പൊ ഇവിടെ മെറ്റാബോളിക് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട എന്തോ അപകടമായി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ 3 കാര്യങ്ങൾ മറക്കരുതേ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ 3 കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മോഡിഫയബിൾ ബിഹേവിയറൽ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ പരിഷ്കരിക്കാവുന്ന പെരുമാറ്റ അപകട ഘടകങ്ങൾ എന്ന് വിളിക്കുമ്പോൾ, രണ്ടാമത്തത് പരിഷ്കരിക്കാൻ പറ്റാത്ത അപകട സാധ്യതാ ഘടകങ്ങളാണ്. അതല്ലെങ്കിൽ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. നോക്കടാ, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെയും കുറിച്ച് ഒരൊറ്റ ബ്രീഫിൽ ഒരൊറ്റ ചുരുക്കി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഒന്നാമത്തത്, നമ്മൾ ചില കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാം. രണ്ടാമത്തത്, അങ്ങനെ കൺട്രോൾ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. എക്സാമ്പിള്, പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് എങ്കിൽ പ്രായത്തെ കുറയ്ക്കാൻ നമുക്ക് പറ്റൂലല്ലോ, ഇല്ലല്ലോ. അതാണ് ഒന്നാമത്തെ എക്സാമ്പിള്. രണ്ടാമത്തത്, ഇനി ഒന്നാമത്തെ പരിഷ്കരിക്കാവുന്നതാണ് എങ്കിൽ നമുക്ക് നോക്കണം, ഒരാൾ സ്ഥിരം മദ്യപിക്കുന്നത് കൊണ്ടാണ് അവന് കൂടുതൽ ഉണ്ടാകുന്നത് എങ്കിൽ, അയാൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ, ഈ പറഞ്ഞ സംഭവങ്ങളിൽ അയാളൊന്ന് കുറച്ചാൽ, പുകവലി അയാളൊന്ന് നിർത്തിയാൽ, മദ്യപാനം അയാളൊന്ന് നിർത്തിയാൽ, ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ അവിടെ ഒരു ചില പോസിബിലിറ്റി ഇല്ലേ? അതിനെയാണ് നമ്മൾ മോഡിഫയബിൾ ബിഹേവിയറൽ റിസ്ക് ഫാക്ടറിൽ ഉൾപ്പെടുത്തുന്നത്.
നമ്മുടെ ജീവിതശൈലിയോ അല്ലെങ്കിൽ നമ്മുടെ ശീലമോ നമുക്ക് മാറ്റുകയോ നിയന്ത്രിക്കുകയോ കഴിയുന്ന, അല്ലെങ്കിൽ പരിഷ്കരിച്ച് നമുക്ക് അപകട ഘട്ടത്തെ മാറ്റാൻ പറ്റുന്ന അത്തരം രോഗങ്ങളെയാണ് നമ്മൾക്ക് എന്ത് വിളിക്കുന്നത്? നമ്മൾ മോഡിഫയബിൾ ബിഹേവിയറൽ റിസ്ക് ഫാക്ടർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണോ അപകടകരമായ കാര്യം അല്ലെങ്കിൽ അപകടകരമായ ഘടകം, അതിനെ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിനുള്ള സാധ്യതയും കുറയും. മനസ്സിലായോ? രോഗത്തിന് കാരണമാകുന്നത് എന്തോ അതിനെ കുറച്ചാൽ രോഗത്തിന്റെ സാധ്യത കുറയും. നോക്കടാ, ഒന്ന് എക്സസീവ് ആൽക്കഹോൾ കൺസപ്ഷൻ. മദ്യപാനം അധികമായാൽ അവന് ചില ജീവിതശൈലി രോഗം ഉണ്ടാകുമെങ്കിൽ മദ്യപാനത്തെ കുറച്ചാൽ അതിലും അവന് ശമനം കിട്ടും. അതുപോലെ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. അൺഹെൽത്തി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വാരി വലിച്ചുള്ള തീറ്റി എന്ന് പറയാം. നെക്സ്റ്റ്, സ്മോക്കിംഗ് ആൻഡ് ടുബാക്കോ യൂസ്. പുകവലിക്കുകയോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതോ കാരണം അവന് ചില ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകുമെങ്കിൽ അതിൽ നിന്നും അവന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെ നിർത്തുക എന്നതാണ്. നിലനിർത്തുകയല്ല, നിർത്തുക എന്നതാണ്. ഇനി നോക്കടാ, ഡിസ്റപ്ഷൻ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ശാരീരിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന താളവൈകല്യം. വേറെ രീതിയിൽ പറഞ്ഞാൽ എക്സസൈസിന്റെ പോരായ്മ എന്ന് പറയാം. മേലനങ്ങി പണിയെടുത്തില്ല, അതാണ് 4ാമത്തെ പോയിന്റ്. മനസ്സിലായ? നീ മേലനങ്ങി പണിയെടുക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നീ ഒന്ന് മേലനങ്ങി നോക്ക്, നിനക്ക് അസുഖത്തുനിന്ന് മാറാം. അതാണ് നമ്മൾ ഈ മോഡിഫയബിൾ ബിഹേവിയറൽ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന ആ സാധനത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെറ്റാണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പൊ ഈ സാധനം ഓർത്തു വെച്ചിരിക്കട്ടോ. ഈ 4 ഘടകങ്ങൾ, അതായത് പരിഷ്കരിക്കാവുന്ന പെരുമാറ്റ അപകട ഘടകങ്ങൾ അല്ലെങ്കിൽ മോഡിഫയബിൾ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സിനകത്ത് വരുന്ന 4 സാധനങ്ങൾ ഇതാണ്. ഒന്ന്, എക്സസീവ് ആയിട്ടുള്ള ആൽക്കഹോൾ, അമിതമായ മദ്യപാനം, അതുപോലെ ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം. 3ാമത്തത് പുകവലിയോ പുകയില ഉൽപ്പന്നമോ ഉപയോഗിക്കുന്നത്. 4ാമത് തെറ്റായ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ശാരീരിക പ്രവർത്തനത്തിന്റെ താളപ്പുഴ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മേലനങ്ങി പണിയെടുക്കൂല. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്ക്, അതായത് എക്സസൈസ് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് ബെസ്റ്റ് ആണ്. പുകവലി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക, മാന്യമായ രീതിയിലുള്ള പോഷണ ഘടകങ്ങൾ മാത്രമടങ്ങുന്ന ഭക്ഷ്യശീലം കൊണ്ടുവരിക എന്നിവ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ജീവിതശൈലി രോഗത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നതാണ് ഇവിടത്തെ പോയിന്റ്. ക്ലിയർ? സെറ്റല്ലേ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാണ്ടല്ലോ മതി, അത് മതി, കാണാപ്പാടൊന്നും വേണ്ട. യെസ്, അടുത്ത 2ാമത്തെ നോക്കടാ, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? നമുക്കിത് നിയന്ത്രിക്കാനോ നമുക്കിതിനെ മാറ്റാനോ കഴിയാത്ത രീതിയിലുള്ള അപകടമാണ്. ഇപ്പോൾ നമ്മുടെ ഏജ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ റേസ് അല്ലെങ്കിൽ വംശം, അതുപോലെ ജെൻഡർ, ജനറ്റിക്സ് എന്നിവയൊക്കെ കാരണമുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ ശ്രമിച്ചാലും അത് മാറ്റാൻ പറ്റൂല എന്നൊരു കൺസെപ്റ്റിലുള്ളവരെയാണ് നമ്മൾ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി 3ാമത്തെ എന്ന് പറഞ്ഞാൽ ഉപാപച ഘടകങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിക് റിസ്ക് ഫാക്ടർ. അതായത് മെറ്റബോളിക് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് 4 പ്രധാന മാറ്റങ്ങൾക്ക് കാരണമാകും. മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാബോളിസത്തിൽ 4 പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട കണ്ടീഷൻസിന് കാരണമാകും. 1ാമത്തെ നോക്കിക്കൂടാ, ഒന്ന് എലവേറ്റഡ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം കൂടുന്നത്. അതായത് നമുക്ക് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റബോളിസത്തിന്റെ ചില തകരാറ് കാരണം നമുക്ക് ജീവിതശൈലി രോഗം വരാം. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെറ്റബോളിക് റിസ്ക് ഫാക്ടറാണ്. ഒന്നെന്ന് പറയുന്നത് എലവേറ്റഡ് ബ്ലഡ് പ്രഷർ ആണ്, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടുതലാകുന്നതാണ്. 2ാമത്തേത് അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. 3ാമത്തെ എലവേറ്റഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. 4ാമത്തെ എന്ന് പറയുന്നത് എലവേറ്റഡ് ബ്ലഡ് ലിപ്പിഡ് ലെവൽ അല്ലെങ്കിൽ ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയും. രക്തത്തിലെ ലിപ്പിഡിന്റെ അളവ് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ അളവ് കൂടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നും, രക്തത്തില് ലിപ്പിഡിന്റെ അളവ് കൂടുന്ന അല്ലെങ്കിൽ കൊഴുപ്പിന്റെ അളവ് കൂടുന്ന അവസ്ഥയെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഹൈപ്പർ ലിപ്പിഡീമിയ എന്നും നമുക്ക് വിളിക്കാം. അപ്പൊ മെറ്റാബോളിക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കണടാ, മെറ്റാബോളിക് റിസ്ക് ഫാക്ടേഴ്സിൽ 4 കാര്യങ്ങളാണ്. ഒന്ന് ബ്ലഡ് പ്രഷർ, 2 വണ്ണം, 3ാമത്തത് ഗ്ലൂക്കോസിന്റെ അളവ്, 4ാമത്തത് ലിപ്പിഡിന്റെ അളവ്. ഇതെല്ലാം കൂടുതൽ. മനസ്സിലായ? ഇതിന്റെ എല്ലാം കൂടുതലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്.
ഒബിസിറ്റി എന്ന് പറയുന്ന അമിതവണ്ണം, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ കൂടുതൽ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ രക്തത്തിൽ ലിപ്പിഡിന്റെ അളവ് കൂടുതൽ. ലിപ്പിഡിന്റെ അളവ് കൂടുന്നതിന് ഹൈപ്പർ ലിപ്പിഡീമിയ എന്നും, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതിന് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നും, രക്തസമ്മർദ്ദം കൂടുന്നതിന് ഹൈപ്പർ ടെൻഷൻ എന്നും ഒക്കെ നമ്മൾ വിളിക്കാം. പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഒബിസിറ്റി. ഇത്തരം 4 ഘടകങ്ങളാണ് മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. കൃത്യമായി പഠിച്ചു വെക്കണേ. മെറ്റബോളിക് റിസ്ക് ഫാക്ടറിൽ വരുന്നത് താഴെ പറയുന്നതിൽ ഏത്, അല്ലെങ്കിൽ വരാത്തത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 3ഉം 4ഉം ശരി എന്നൊക്കെ പറയുന്ന നെടുന്നീളൻ ഓപ്ഷൻസ് ആയിരിക്കും വന്ന് ചാടിത്തരണത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാലേ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാലേ വന്നാൽ വരുമെന്നോ ഇല്ലെന്നോ ഒന്നും നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ വന്നാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ 4 മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട ആ 4 ഘടകങ്ങൾ മറക്കണ്ട. ഒന്ന്, രക്തസമ്മർദ്ദം കൂടുന്ന എലവേറ്റഡ് ബ്ലഡ് പ്രഷർ പറഞ്ഞു. രണ്ടാമത്തെ അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി പറഞ്ഞു. മൂന്നാമത്തത് എലവേറ്റഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പറഞ്ഞു. ആ എലവേറ്റഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. എലവേറ്റഡ് ബ്ലഡ് ലിപ്പിഡ് ലെവൽ പറഞ്ഞു. ആ ബ്ലഡിന്റെ ലിപ്പിഡ് ലെവൽ കൂടുന്ന അവസ്ഥയ്ക്ക് നമുക്ക് വിളിക്കാം ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നമ്മളിതാ പോകുന്നത് ഒബിസിറ്റി അല്ലെങ്കിൽ അമിത വണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് കാരണമുണ്ടാകുന്ന ചില ബാക്ക് ടു ബാക്ക് അസുഖങ്ങളുണ്ട്. അതുപോലെ എന്താണ് ഒബിസിറ്റി ഉണ്ടാകുന്നതിന് മുമ്പുള്ള വെയിറ്റ് എത്ര, ശേഷമുള്ള വെയിറ്റ് എത്ര, ഇങ്ങനെ ഒബിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കടാ, അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പാണല്ലോ നമ്മുടെ ശരീരത്തിലെത്തുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെത്തുന്ന കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞുകൂടി നമ്മുടെ ആരോഗ്യത്തെ അത് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഒബിസിറ്റി എന്ന് പറയുന്ന, പൊണ്ണത്തടി എന്ന് പറയുന്ന അസുഖം. വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് എന്തെന്ന് പറയുന്നത്? ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഉയരം, അതുപോലെ ഭാരം എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ കൊഴുപ്പിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടൊരു അളവുകോലുണ്ട്. അതിനെ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉയരത്തെയും ഭാരത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു അളവുകോലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ബോഡി മാസ് ഇൻഡെക്സിന്റെ അളവ് എത്രയാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിനക്ക് പോഷകാഹാര വൈകല്യമുണ്ടോ, നിനക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഒരു വെയിറ്റ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ നിനക്ക് കണക്റ്റായിട്ടുള്ള തടിയാണോ ഉള്ളത്, നിന്റെ തടി അല്പം കൂടിയോ, ഇനി ഈ കൂടിയ തടിയെ നീ കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാൻ സാധ്യത ഉണ്ടോ, ഇനി എന്താണ് ഒബിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒബിസിറ്റി തന്നെ പല തരത്തിലുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളെയും കണക്ട് ചെയ്യുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അളവുകോല് വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കണം. ഉയരവും അതുപോലെ വെയിറ്റിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ആ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കോ, പൊണ്ണത്തടി മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണം ഒബിസിറ്റി കാരണം ഉണ്ടാകുന്ന മറ്റനേകം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുണ്ട്. ഓർക്കണം, പൊണ്ണത്തടി കാരണം അല്ലെങ്കിൽ ഒബിസിറ്റി കാരണം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകുന്നുണ്ട് എന്നത് മനസ്സിലാക്കണം. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, കാർഡിയോ വാസ്കുലാർ ഡിസീസസ്. കാർഡിയോവാസ്കുലാർ ഡിസീസസിലെ പലതും ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ പൊണ്ണത്തടി കാരണം ഉണ്ടാകാറുണ്ട്. പൊണ്ണത്തടി കാരണം കാർഡിയോവാസ്കുലാർ ഡിസീസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പൊണ്ണത്തടി കാരണം കാർഡിയോവാസ്കുലാർ ഡിസീസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. നോക്കടാ, ഒന്നാമത്തെ കാർഡിയോവാസ്കുലാർ ഡിസീസിൽ നമുക്ക് നോക്കാം. ആൻജിന എന്ന് പറയുന്ന ഒരു അസുഖം. അതായത്
ആൻജിന എന്ന് പറഞ്ഞാൽ ഒരു നിരം നെഞ്ചുവേദനയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ആൻജിന എന്ന് പറഞ്ഞു നമ്മൾ വിളിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയപേശികൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തിക്കുന്ന ഒരു രക്തക്കുഴലുണ്ട്, കൊറോണറി ധമനി എന്നാണ്, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഹൃദയത്തിന്റെ പേശിക്ക് ആവശ്യമുള്ള ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും എത്തിക്കുന്ന ആ ടൈപ്പ് രക്തക്കുഴലാണ് കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ കൊറോണറി ധമനി എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണം രക്തപ്രവാഹം അല്ലെങ്കിൽ സർക്കുലേഷൻ കൃത്യമായി നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ആ പെയിനിനെയാണ് ആൻജിന എന്ന് പറയുന്നത്. അമിതവണ്ണമുള്ളവർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള സാധ്യത ഉണ്ട്. ഇനി രണ്ടാമത്തത് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു. നോക്കടാ, നമ്മുടെ ധമനി ഉണ്ടല്ലോ, ആർട്ടറിയിൽ ഉണ്ടാകുന്ന അമിതമായ മർദ്ദത്തെയാണ് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ആർട്ടറിയിൽ ഉണ്ടാകുന്ന അമിതമായ മർദ്ദത്തെയാണ് നമുക്ക് എന്ത് വിളിക്കണത്? ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. മൂന്നാമത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു. അതായത് ഹൃദയപേശിയിലേക്ക്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കൊറോണറി ധമനിക്ക് ചെറുതായിട്ടൊരു ബ്ലോക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഒരു നെഞ്ചുവേദന വന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെ നമ്മൾ ആൻജിന എന്ന് വിളിച്ചില്ലേ? ആ ആൻജിനയുടെ അടുത്ത ഘട്ടമായിട്ട് അവിടെ ബ്ലോക്ക് കൂടുതലാകുമ്പോൾ ഹൃദയപേശികൾക്ക് ഓക്സിജൻ കിട്ടാതെ അവിടുത്തെ പേശികൾ നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൃദയാഘാതം എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഓർക്കണം, പൊണ്ണത്തടി കാരണം കാർഡിയോ വാസ്കുലാർ ഡിസീസസ് ഉണ്ടാവാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ആൻജിന പറഞ്ഞു, ഹൈപ്പർ ടെൻഷൻ പറഞ്ഞു, അതുപോലെ ഹാർട്ട് അറ്റാക്കും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കടാ, ഹൈ കൊളസ്ട്രോൾ ലെവൽ. ഈ കൊളസ്ട്രോളിന്റെ അളവൊക്കെ കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിന് ഭയങ്കര അപകടകരമാണ്. അതാണ് ഇവിടുത്തെ കണക്ട് എന്ന് പറയുന്നത്. ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ, അതായത് കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് ഒരു പ്രധാന ബുദ്ധിമുട്ടാണ്. അടുത്തത് ത്രോംബോസിസ് എന്ന് പറയും. അതായത് രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിനകത്ത് ഒരു മുറിവ് വന്നാൽ ആ മുറിവിൽ രക്തം കട്ടപിടിക്കുന്നതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഒരു മുറിവിൽ രക്തം കട്ടപിടിക്കുന്നതിനെ കൊയാഗുലേഷൻ എന്ന് വിളിക്കുമ്പോൾ രക്തക്കുഴലിന്റെ അകത്ത് രക്തം കട്ടപിടിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. രക്തക്കുഴലിന്റെ അകത്ത് രക്തം കട്ടപിടിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ത്രോംബോസിസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത് നോക്കടാ, അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നിന്റെ ധമനിയുടെ പരിസരത്ത് പ്ലേക്കുകൾ അല്ലെങ്കിൽ രക്തക്കട്ടകൾ ഇങ്ങനെ രൂപം കൊണ്ടുവരും. അതായത് കൊഴുപ്പ്, അതുപോലെ കാൽസ്യം പോലുള്ള വസ്തുക്കൾ, അതുപോലെ RBC പ്ലേറ്റ്ലെറ്റ് പോലുള്ള സാധനങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങളും ചേർന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ബ്ലഡ് വെസലില് ചെറിയ കട്ടകൾ രൂപം കൊള്ളും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിരോസ്ക്ലിറോസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിന്റെ കൊറോണറി ആർട്ടറി ഉണ്ടല്ലോ, ആ കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാകുന്ന അതിരോസ്ക്ലിറോസിസ് കാരണം ചിലപ്പോ അവിടെ ആൻജിന ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഇനി കൊറോണറി ധമനിയിൽ മാത്രമല്ല ഈ പറയുന്ന അതിരോസ്ക്ലിറോസിസ് വരുന്നത്, മറ്റു പല ധമനികളിലും ഈ അതിരോസ്ക്ലിറോസിസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതിരോസ്ക്ലിറോസിസ് നിന്റെ കൊറോണറി ആർട്ടറിയിൽ വന്നാൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക, അല്ലെങ്കിൽ മെന്റേഴ്സിന് വോയിസ് ഇട്ട് കൊടുക്കുക. ഞാൻ അതിന് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള അടുത്ത വോയിസ് തിരിച്ചിട്ട് തരുന്നതായിരിക്കും. അടുത്ത് നോക്കടാ പിള്ളേരെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പൊണ്ണത്തടി മൂലം കാർഡിയോ വാസ്കുലാർ ഡിസീസസ് ഉണ്ടാവും. ആ കാർഡിയോ വാസ്കുലാർ ഡിസീസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയതെങ്കിൽ അടുത്ത് പറയുന്നത് പൊണ്ണത്തടി കാരണം ഒന്ന് കാർഡിയോ വാസ്കുലാർ ഡിസീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അടുത്തതാ നോക്കടാ, സ്ട്രോക്ക് ഉണ്ടാവാൻ കാരണമാവും. പൊണ്ണത്തടി സ്ട്രോക്കിന് കാരണമാകും. നോക്കടാ, നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് സ്ട്രോക്ക്. സ്ട്രോക്കിന് കാരണം സെറിബ്രൽ ഹെമറേജോ സെറിബ്രൽ ത്രോംബോസിസോ ആവാമെന്ന് മനസ്സിലാക്കണം. സ്ട്രോക്കിന്റെ കാരണം സെറിബ്രൽ ഹെമറേജോ സെറിബ്രൽ ത്രോംബോസിസോ ആവാം. ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞു പോവില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താണ് സെറിബ്രൽ ഹെമറേജ്, എന്താണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് നമ്മൾ അറിയണ്ടേ?
സെറിബ്രത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴലിൽ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന രക്തക്കട്ട വന്നാൽ അതിനെ സെറിബ്രൽ ത്രോംബോസിസ് എന്നും, സെറിബ്രത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ പൊട്ടിയാൽ അതിനെ നമുക്ക് സെറിബ്രൽ ഹെമറേജ് എന്നും വിളിക്കാം. ഒരു ഹാമർ എടുത്ത് നീ ബ്ലഡ് വെസലിൽ അടിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. ഹാമർ ഹെമറേജ്. അപ്പൊ രക്തക്കുഴൽ പൊട്ടുന്നത് ഹെമറേജ്, അത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലായതുകൊണ്ട് നമുക്കതിനെ സെറിബ്രൽ ഹെമറേജ് എന്ന് വിളിക്കാം. തലച്ചോറിലേക്കായതുകൊണ്ട് നമുക്കതിനെ സെറിബ്രൽ ഹെമറേജ് എന്ന് വിളിക്കാം. തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനകത്ത് രക്തം കട്ട പിടിച്ചത് കാരണം അവിടെ തടസ്സമുണ്ടായതെങ്കിൽ അതിനെ നമുക്ക് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് വിളിക്കാം. ഈ സെറിബ്രൽ ഹെമറേജും ഈ സെറിബ്രൽ ത്രോംബോസിസും കാരണമാണ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് കാരണമാണ് സ്ട്രോക്ക് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്നും പഠിച്ചു വെക്കുക. അപ്പൊ സ്ട്രോക്കിന്റെ ഒരു റീസൺ, പൊണ്ണത്തടിയുള്ളവർക്ക് സ്ട്രോക്ക് വരാം, പൊണ്ണത്തടിയുള്ളവർക്ക് കാർഡിയോവാസ്കുലാർ ഡിസീസസ് വരാം. അടുത്ത് നോക്കടാ, ടൈപ്പ് 2 ഡയബറ്റീസ് പൊണ്ണത്തടിയുള്ളവർക്ക് വരാനുള്ള സാധ്യത തുലോം കൂടുതലാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. ഇവിടെ ഓർത്ത് വച്ചിരിക്കേണ്ടതാണ്, ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി ആണ് എന്നത് മറക്കണ്ട. ടൈപ്പ് 2വിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി. അപ്പൊ ടൈപ്പ് 2 പേഷ്യന്റ്, അതായത് പൊണ്ണത്തടി ഉള്ളവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാം, പൊണ്ണത്തടി ഉള്ളവർക്ക് കാർഡിയോവാസ്കുലാർ ഡിസീസ് വരാം, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് സ്ട്രോക്ക് വരാം. സ്ട്രോക്കിന്റെ കാരണങ്ങളിൽ ഹെമറേജോ അല്ലെങ്കിൽ ത്രോംബോസിസോ വരാനും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കടാ, ഹോർമോണൽ ഇംബാലൻസ്. അതായത് അമിതവണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ ഒബിസിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസോ ഇൻസുലിനോ കൃത്യമായി വരാത്തൊരവസ്ഥ വരാം. പ്രത്യുൽപാദന ഹോർമോണുകളോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെയോ ഉൽപാദനം കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യം ആർക്ക് വരാം? ഒബിസിറ്റി ഉള്ള ഒരാൾക്ക് വരാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഗർഭധാരണം നടക്കാത്ത പുരുഷനോടും സ്ത്രീയോടും, അല്ലെങ്കിൽ കുറേ വർഷമായിട്ടും മക്കളുണ്ടാവാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം ഒരു കുട്ടി ഉണ്ടാവും, രണ്ടാമതൊരു ഗ്യാപ്പിന് ശേഷം ഒരു കുട്ടിക്ക് പരിശ്രമിക്കുന്ന സമയത്ത് അവർക്ക് മക്കളുണ്ടാവാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ഡോക്ടർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും തടിയുണ്ടെങ്കിൽ അവരോട് കുറയ്ക്കാൻ പറയും. ഇനി അതിൽ ഒരാൾക്കാണ് തടിയെങ്കിൽ ആ വ്യക്തിയോട് എന്ത് ചെയ്യാൻ പറയും? തടി കുറയ്ക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ പറയും. അതായത് എക്സസൈസ് ചെയ്യുന്നത് പുരുഷനിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തെ കൂട്ടും. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് പുരുഷന് എന്ത് കൊടുക്കുന്നത്? പുരുഷന്റെ സെക്ഷുവൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ പുരുഷൻ കൃത്യമായി എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ടെസ്റ്റോസ്റ്റിറോളിന്റെ അളവ് അസന്തുലിതമാവാതെ കണക്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ബാലൻസിങ് ആയിട്ട് പോകുമെന്നത് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ തടിയുള്ള ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവാത്തപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, തടി കുറയ്ക്കുന്നത് ഇതും തമ്മിൽ എന്ത് ബന്ധം എന്ന് നമ്മൾ ചിന്തിക്കും. രണ്ടാണ്, തടിയുള്ളവർക്ക് ഇംബാലൻസിങ് ഉണ്ടാവാം, ഹോർമോണിൽ ഇൻബാലൻസിങ് ഉണ്ടാവാം, പ്രത്യേകിച്ചും സെക്സ് ഹോർമോൺസിൽ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപാദനം കൂടുന്നതിനും അതുവഴി കൂടുതലായിട്ട് സ്പേമിന്റെ പ്രൊഡക്ഷനും ഹെൽത്തിയായ സ്പേമിന്റെ ഉൽപാദനത്തിനുമൊക്കെ കഴിയുമെന്ന കണക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഇൻസുലിന്റെ ഇംബാലൻസിങ്ങിനും സാധ്യതയുണ്ട്. അത്ര ഇംബാലൻസിങ് ആണ് നമുക്ക് പല എന്താ പറയുക ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട പല അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് എന്നതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചു. അപ്പം പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് ആക്ച്വലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കാർഡിയോവാസ്കുലർ ഡിസീസ് പറഞ്ഞു, അതിൻ്റെ കുറേ ഉപഘടകങ്ങൾ പറഞ്ഞു, സ്ട്രോക്ക് പറഞ്ഞു, ടൈപ്പ് 2 ഡയബറ്റീസ് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഹോർമോണൽ ഇംബാലൻസ് പറഞ്ഞു. ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ എടുത്തു പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും അതുപോലെ ഇൻസുലിനെ കുറിച്ചുമാണ് നമ്മൾ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് എടുത്ത് പറഞ്ഞത്. തീർന്നില്ല, അടുത്ത സാധനം ഫാറ്റി ലിവർ. എന്താണ്? ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പൊണ്ണത്തടിയുള്ള ഒരാൾക്ക് എന്തിന് സാധ്യത ഉണ്ട്?
ഫാറ്റി ലിവറിന് സാധ്യതയുണ്ട്. നോക്കടാ, ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ കരളില് ലിവറില് അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്നാമത്തത് ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും വിളിക്കാം. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും രണ്ടാമത്തത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും വിളിക്കാം. എന്താണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ അമിതമായ മദ്യപാനം മൂലമുണ്ടാകുന്നതാണ് എങ്കിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും, എന്നാൽ അതല്ല കാരണം അമിതവണ്ണം അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരാവുന്നതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതായത് അമിതവണ്ണം, അതുപോലെ പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവരിലൊക്കെ ഫാറ്റി ലിവർ സാധാരണമാണ്. ഏത് ഫാറ്റി ലിവർ എന്ന് ചോദിച്ചാൽ NAFLD അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് നമുക്ക് വിളിക്കാം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഈ പറയുന്ന NAFLD എന്ന് പറയുന്ന സാധനവും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ആ ഒരു സാധനം മാത്രമായിരിക്കും ഓപ്ഷനിനകത്ത് തരുന്നത്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ കണക്കനുസരിച്ചതാ വീണ്ടും അതിനകത്ത് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. കാർഡിയോവാസ്കുലാർ ഡിസീസ് പറഞ്ഞു, സ്ട്രോക്ക് പറഞ്ഞു, ഡയബറ്റീസ് 2 പറഞ്ഞു, ഹോർമോണൽ ഇൻബാലൻസ് പറഞ്ഞു, അതുപോലെ ഫാറ്റി ലിവർ ഉണ്ടാവാനും എന്ത് കാരണം, ഒബിസിറ്റി കാരണം ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാഹചര്യവും ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, എന്ന് പറഞ്ഞാൽ ഒരു പൊണ്ണത്തടി കാരണം, പൊണ്ണത്തടി എന്ന ഒരു ജീവിതശൈലി രോഗം കാരണം മറ്റനേകം ജീവിതശൈലി രോഗങ്ങൾ വരും. കണ്ടോ, കാർഡിയോവാസ്കുലാർ ഒരു ജീവിതശൈലി രോഗമെന്ന് പഠിച്ചു, സ്ട്രോക്ക് ഒരു ജീവിതശൈലി രോഗമെന്ന് പഠിച്ചു, ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമെന്ന് പഠിച്ചു, അതുപോലെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പൊണ്ണത്തടി കാരണം ഒരാളുടെ പൊണ്ണത്തടി എന്ന ഒരു എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണം ബാക്ക് ടു ബാക്ക് മറ്റനേകം ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ആൾക്കാർ ഒരു പൊണ്ണത്തടിയെ കൺട്രോൾ ചെയ്ത് അയാൾ ഒരു ആരോഗ്യമുള്ള ഒരാളായി മാറിയാൽ പല അസുഖങ്ങളിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാമെന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. തീർന്നില്ല. ഇവിടെ ആൽക്കഹോളിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫാറ്റി ലിവർ പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ആൽക്കഹോളിക്കും ഉണ്ട്, രണ്ടാമത്തെ നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. തീർന്നില്ല മക്കളെ. അടുത്തതാ നോക്കടാ, ക്യാൻസർ. അതായത് നമുക്ക് ഈ പറയുന്ന സ്തനത്തിലെ അർബുദം, അതുപോലെ വൻകുടലിലെ അർബുദം, അതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസർ, അങ്ങനെ ചില പ്രത്യേക അർബുദം ഉണ്ടാവാൻ പൊണ്ണത്തടി ഒരു ഫാക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ചില പ്രത്യേക അർബുദങ്ങൾക്ക് പൊണ്ണത്തടി ഒരു കാരണമാകാറുണ്ട്. സ്തനാർബുദം എന്ന് പറയുന്ന അർബുദം ഉണ്ടാവാന് എന്ത് കാരണമാകാറുണ്ട്? ബ്രസ്റ്റ് ക്യാൻസറിന് എന്ത് കാരണമാകാറുണ്ടടാ? അമിതവണ്ണം കാരണമാകാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നോക്കടാ, ക്രോണിക് ലിവർ ഡിസീസ് ഓർ സിറോസിസ്. അതായത് തൊട്ടു മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പൊണ്ണത്തടി കാരണം ഫാറ്റി ലിവർ ഉണ്ടാകും എന്നൊരു സാധനം പറഞ്ഞില്ലേ. ആ ഫാറ്റി ലിവറിനെ നീ കൃത്യമായി പരിഹരിച്ചില്ലെങ്കിൽ അടുത്തുണ്ടാവുന്ന സാധനത്തിന്റെ പേരാണ് സിറോസിസ് എന്ന് പറയുന്നത്. നോക്കടാ, ഒരു പൊണ്ണത്തടി ഉണ്ടായി, നീ ആ പൊണ്ണത്തടിയെ കൺട്രോൾ ചെയ്യാതെ വന്നപ്പോ അത് ഫാറ്റി ലിവറിലോട്ട് പോയി. ഫാറ്റി ലിവർ നീ അറിഞ്ഞുമില്ല കേട്ടുമില്ല. ആ ഫാറ്റി ലിവർ അല്ലെങ്കിൽ നീ കൃത്യമായിട്ട് പരിഹരിച്ചില്ല, ദേ അടുത്ത് വരുന്നു സിറോസിസ്. മനസ്സിലായോ? കണക്ഷൻ ഓർത്ത് വെച്ചിരിക്കണേ. എല്ലാത്തിന്റെയും തുടക്കം എന്താ? പൊണ്ണത്തടി, ഒബിസിറ്റി. അടുത്ത് നോക്കടാ, സ്ലീപ്പ് അപ്നിയ. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ അമിതമായ വണ്ണമുള്ള ആൾക്കാർ ഉറങ്ങുമ്പോൾ അവരുടെ ഉറക്കത്തിന്റെ നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കിടക്കും, ശ്വാസം കിട്ടുന്ന രീതിയിൽ കിടക്കും. ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മളറിയാതെ തിരിയോ മറിയുകയോ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസം നിന്നുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. വീണ്ടും പെട്ടെന്ന് തിരിച്ചു കിട്ടും, അപ്പോഴത്തേക്ക് അവൻ ഞെട്ടി ഉണരും. ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്പൊ പൊണ്ണത്തടി കാരണം സ്ലീപ്പ് അപ്നിയ ഉണ്ടാകുമെന്ന പോയിന്റും മറക്കണ്ട. അപ്പൊ നോക്കടാ, അപ്പോ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. എന്താ? പൊണ്ണത്തടി കാരണം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത്. അവിടെയും 1, 2 ശരി, 3 ശരി, 4 ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കണം. അപ്പൊ പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് അതായത് നമ്മൾ പറഞ്ഞു കൊറോണിക് ഡിസീസ് പറഞ്ഞു, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലാർ ഡിസീസ് പറഞ്ഞു, അതുപോലെ സ്ട്രോക്ക് പറഞ്ഞു, ടൈപ്പ് 2 ഡയബറ്റീസ് പറഞ്ഞു, അതുപോലെ ഹോർമോൺ ഇംബാലൻസ് പറഞ്ഞു, അതുപോലെ ഫാറ്റി ലിവർ പറഞ്ഞു, അതുപോലെ സിറോസിസ് പറഞ്ഞു,
ക്യാൻസറിനുള്ള ചില പ്രത്യേക ക്യാൻസറുകൾക്ക് പൊണ്ണത്തടി കാരണമാകാറുണ്ടെന്ന് പറഞ്ഞു. സ്ലീപ്പ് അപ്സ്നിയ എന്ന് പറയുന്ന ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന ഒരവസ്ഥ. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കണം? പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കണം. തീർന്നില്ല, ഇനിയും വന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ഒരു പൊണ്ണത്തടി കാരണം ശിവനെ എത്ര നേരം പോണെന്ന് കണ്ടാ. അടുത്ത് നോക്കടാ, ഗാൽ സ്റ്റോൺസ്, അതായത് ഗാൽ ബ്ലാഡർ എന്ന് നമ്മൾ പറയൂലേ, ഗാൽ ബ്ലാഡർ, അതാണ് ഗാൽ സ്റ്റോൺസ് അല്ലെങ്കിൽ പിത്താശയത്തിൽ ഉണ്ടാകുന്ന കല്ലുകൾ. അതായത് നമ്മുടെ ഈ ഗാൽ ബ്ലാഡറിനകത്ത് കൊളസ്ട്രോളിന്റെ അളവ് കൂടുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം കൊളസ്ട്രോൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകൂടാ, അവിടെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുമ്പോൾ അവിടെ കൊളസ്ട്രോൾ ഗാൽ സ്റ്റോൺസ് ഉണ്ടാവും അല്ലെങ്കിൽ പിത്താശയ കല്ലുകൾ ഉണ്ടാവും. അപ്പൊ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്ന ഒരു വ്യക്തിയില് അവിടെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് പിത്താശയത്തിന് അല്ലെങ്കിൽ ഗാൽ ബ്ലാഡറിനകത്ത്, പിത്താശയത്തിനകത്ത് അല്ലെങ്കിൽ ഗാൽ ബ്ലാഡറിനകത്ത് കൊളസ്ട്രോൾ കല്ലുകൾ രൂപം കൊള്ളാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോൺസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നത് അത് മനസ്സിലാക്കണം. അതുപോലെ നോക്കടാ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട്, അതായത് അമിത വണ്ണം ഉണ്ടല്ലോ മക്കളെ. ഈ അമിത വണ്ണം എന്ന് പറയുന്ന സാധനം കാരണം നമ്മുടെ കാൽമുട്ടുകളോ ഇടുപ്പുകളോ പോലുള്ള ഭാഗങ്ങൾക്ക് അമിതമായിട്ട് ഭാരത്തെ ചുമക്കേണ്ടി വരുന്നു. അത് തേയ്മാനത്തിലേക്ക് നയിക്കുമെന്നത് മനസ്സിലാക്കണം. അപ്പോൾ ജോയിന്റുകളിലെ ഈ പറയുന്ന പ്രഷർ, ആ ബോഡിയുടെ വെയിറ്റ് താങ്ങേണ്ടത്, ബോഡിയുടെ മൂവ്മെന്റ് നടക്കുമ്പോൾ ആ വെയിറ്റുകളെ താങ്ങേണ്ടി വരുന്നത് ഈ പറയുന്ന ചില പ്രത്യേക ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സന്ധികൾക്കാണ്. ആ ഭാഗങ്ങളിൽ എന്തിനുള്ള സാധ്യത കൂടുതലാണടാ? അവിടെ തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവിടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കണം. നോക്കടാ, അടുത്ത് സർട്ടൻ കിഡ്നി റിലേറ്റഡ് ഡിസീസ്. എടേ നമ്മൾ നേരത്തെ കുറെ എന്ത് പഠിച്ച്, കുറെ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-18 എക്സാമ്പിൾ പഠിച്ചു. ഈ 10-18 എക്സാമ്പിളിൽ ഒന്ന് പഠിച്ചു ഒബിസിറ്റി. ഈ ഒബിസിറ്റി കാരണം ഈ 18 ഒരു 10 ഒബിസിറ്റി കാരണമാ. നോക്കടാ, കണ്ട, ഈ പഠിച്ച 18 10 ആര് കാരണം വരുന്നതാ? ഒബിസിറ്റി കാരണം വരുന്നതാ, പൊണ്ണത്തടി കാരണം വരുന്നതാ എന്നുള്ളത്. പൊണ്ണത്തടി ഇവിടെ ആ ഒരു എന്താ പറയുക, ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. സർട്ടൻ കിഡ്നി റിലേറ്റഡ് ഡിസീസ്, അതായത് പൊണ്ണത്തടി കാരണം ചില പ്രത്യേക കിഡ്നി രോഗങ്ങൾക്ക് അത് കാരണമാകുമെന്ന. പൊണ്ണത്തടി കുറച്ച് കിഡ്നി രോഗങ്ങൾക്ക് കാരണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പൊണ്ണത്തടി കാരണം അമിത രക്തസമ്മർദ്ദം ഉണ്ടായി, അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉണ്ടായി, ഹൈ BP ഉണ്ടായി. ഈ ഹൈ BP സ്വാഭാവികമായിട്ടും എന്തിനെ തളർത്തും? കിഡ്നിയെ തളർത്തുന്ന സാഹചര്യം ഉണ്ടാകും. മനസ്സിലായോ? അങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് ഈ സാധനം പോണത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന ഏകദേശം സാധനങ്ങൾ പറഞ്ഞു. തീർന്നില്ല, അടുത്ത 2 പേരുണ്ട്. ഒന്ന് മൈഗ്രെയിൻ, രണ്ടാമത്തത് ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദം. അതായത് അമിത വണ്ണമുള്ള ആൾക്കാർക്ക് മൈഗ്രെയിനുള്ള സാധ്യത ഉണ്ട്. പ്ലസ് മൈഗ്രെയിൻ ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കണം. മൈഗ്രെയിൻ ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അമിതവണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ ഒബിസിറ്റി ഉള്ളവർക്ക് മൈഗ്രെയിനും സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് നോക്കടാ, ഡിപ്രഷൻ. അതായത് ഡിപ്രഷൻ ഉള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ പൊണ്ണത്തടിയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പൊണ്ണത്തടി അവരെ മാനസികമായിട്ട് ബാധിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, നമ്മളിതൊക്കെ പഠിച്ചു വെക്കണേ. പക്ഷെ അവന്റെ ചോദ്യം എന്താണെന്നറിയോ? ഒന്ന്, തന്നിരിക്കുന്നതിൽ അമിതവണ്ണം മൂലം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്. ഉത്തരം കിട്ടി, ഡിപ്രഷൻ. അമിതവണ്ണം മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമേത്? ദേ കിടക്കണ് ടിക് കട്ടാ ടാങ്. അമിതവണ്ണം മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമേത്? 1 മൈഗ്രെയിൻ, 2 സ്ട്രോക്ക്. ഓർത്ത് വച്ചിരിക്കണേ. നെർവസ് സിസ്റ്റത്തെ, അമിതവണ്ണം കാരണം നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അമിതവണ്ണം കാരണം നിന്റെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നത് ഒന്നാമത്തത് മൈഗ്രെയിനും രണ്ടാമത്തത് സ്ട്രോക്കും. ക്ലിയർ? അമിതവണ്ണം കാരണം കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ചോദിക്കാം കേട്ടോ, അതെപ്പോഴും ഓർത്ത് വെച്ചിരിക്കണേ. അതുപോലെ അമിതവണ്ണം കാരണം കരളിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ കിടപ്പുണ്ട്. ഫാറ്റി ലിവറും ഉണ്ട്, അതുപോലെ സിറോസിസും ഉണ്ട്. മനസ്സിലായ? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഈ പഠിച്ചത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചോദിക്കണം നിർബന്ധമില്ല. ചോദ്യം എങ്ങനെ വേണമെങ്കിലും വരാം. വളരെ ഡിഗ്രിയുടെ മെയിൻസിന്റെ പരീക്ഷയാണ്, പക്ഷെ അതൊരു വലിയ സംഭവമാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷെ പഠിക്കണം. നല്ല റേഞ്ചിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ നല്ല വ്യത്യസ്തമായ നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം.
കാരണം നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങളിൽ ആ ബ്രില്യൻ്റായ കുട്ടികളിൽ ബെറ്ററായ കുറേ ആൾക്കാരെ എടുക്കാനാണ് അവർ ഈ പരീക്ഷ നടത്തുന്നത്. അപ്പം അതുകൊണ്ട് അവരൊരിക്കലും എന്നെ സിമ്പിളാക്കൂല. അതെല്ലാം മനസ്സിലാക്കി തന്നെ തയ്യാറെടുത്ത് തന്നെ പോരാളിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ ഹാളിൽ കടന്നു ചെല്ലണം. അടുത്ത് നോക്കാം. ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് ബോഡി മാസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട നമ്മളെ കുറച്ച് പോയിന്റ്സ് നോക്കടാ. അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരാളുടെ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റിയെ കണ്ടെത്താനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഇവിടെ ഒരു വ്യക്തിയുടെ ഭാരവും അതുപോലെ അവൻ്റെ ഉയരവും വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടെത്തുന്നു? ഒരു വ്യക്തിയുടെ ഭാരം അയാളുടെ ഉയരത്തിന്റെ വർഗം മീറ്ററിൽ ഹരിച്ച്, അങ്ങനെ അത് നോക്കണ്ട. എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ. ഇനി BMIയുടെ യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. മറക്കണ്ട, BMIയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ചിലപ്പോൾ ഇതായിരിക്കും നമ്മൾ ഇത്രയും വലിച്ചു പഠിച്ചു സംഭവം പഠിച്ചിട്ട് പോകുമ്പോൾ അവർ ചോദിക്കുന്നത് ഇത്രയായിരിക്കും, BMIയുടെ യൂണിറ്റ് എന്ത്? പെട്ടെന്ന് കിട്ടൂല പിള്ളേരെ. ഇത് പഠിച്ചു വെച്ചില്ലേ പെട്ടെന്ന് കിട്ടുക. നമ്മളെ ചിന്തയൊക്കെ വേറെ ഒക്കെ പോകും. ദൈവമേ, അയാൾ ഇത് പഠിപ്പിച്ചില്ല, ഇത്ര സിമ്പിൾ നമ്മൾ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. മെയിൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആ പേപ്പറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആളിലിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ടെൻഷൻ എല്ലാം കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ, സിമ്പിൾ സാധനം വിട്ടും. നമ്മളെ സംബന്ധിച്ചുള്ള ഒന്നും വിടാനില്ല. A to Z സാധനം പഠിച്ചിട്ടേ നമ്മൾ ഹാളിൽ പോവുള്ളൂ. അതേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ BMI എന്ന് പറയുന്നത് വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ. ഇനി BMIയുടെ യൂണിറ്റ് ഏത്? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. മറക്കല്ലേ, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? BMIയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണേ. അതായത് BMI എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുന്നത് 20 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സിന്റെ മുകളിലുള്ള മുതിർന്ന വ്യക്തികളെ കണക്ട് ചെയ്തിട്ടാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച്, WHO എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് BMI എന്ന് പറയുന്നത് 20 വയസ്സിന് മുകളിലുള്ള പ്രായമായ വ്യക്തികളുമായി അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള കണക്കാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അതായത് ഇവിടെ BMIയുടെ വാല്യൂ നോക്കിയപ്പോ ഒരാൾക്കത് 18.5 താഴെയാണെങ്കിൽ, ഈ കണക്കുകൾ പഠിച്ചു വെക്കണേ, 18.5 താഴെയാണ് എങ്കിൽ അത് അണ്ടർ വെയിറ്റിലാണ് വരുന്നത്, ഭാരക്കുറവ്. 18.5 വെയിറ്റ്, അതായത് BMI നമ്മൾ അളക്കുമ്പോ 18.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അല്ലെ? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് എങ്കിൽ 18.5 താഴെയാണ് എങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്. അവന് വെയിറ്റ് ഇല്ല, വല്ലതും തിന്നാൻകുടടെ അവന് വെയിറ്റ് ഇല്ല. 2, ഇഫ് BMI വാല്യൂ ഈസ് ബിറ്റ്വീൻ 80 അതായത് 18.5നും 24.9 ഇടയ്ക്കാണെങ്കിൽ അത് നോർമൽ വെയിറ്റ് ആണ്. ഒരാളുടെ നോർമൽ വെയിറ്റ് ആണ് 18.5നും 24.9 ഇടയ്ക്ക്. ചിന്തിക്കണ്ട, നിങ്ങൾ വിചാരിക്കുക അയ്യോ വെറും 18 കിലോ ഉണ്ടെങ്കിൽ അതല്ല, BMI റേറ്റ് ആണ്. നിന്റെ വെയിറ്റ് 70 കിലോ ആയിരിക്കും. നമ്മൾ BMI നോക്കണത് ഹൈറ്റും കൂടെ കണക്കാക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ 18.5നും 24.9 ഇടയ്ക്കാണെങ്കിൽ അവൻ നോർമൽ വെയിറ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഒരു ഹെൽത്തി വെയിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് 18.5നും 24.9 ഇടയിലാണെങ്കിലാണ് അതൊരു ഹെൽത്തി വെയിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? എപ്പോൾ തന്നെ പഠിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇതിന് റിവിഷൻ എന്നൊരു സാധനമില്ല, നിങ്ങൾക്ക് ടൈമില്ല, അതുകൊണ്ട് റിവിഷന് ടൈമില്ല. ഇപ്പൊ തന്നെ തറവാക്കി പൊക്കോ. അടുത്ത് നോക്കടാ, 25നും 29.9 ഇടയ്ക്കാണെങ്കിൽ എന്ത് വിളിക്കാം? ഓവർ വെയിറ്റ്, അമിതഭാരം. അമിത വണ്ണം എന്നല്ല, മറക്കണ്ട, അത് അമിത വണ്ണമല്ല, അമിത ഭാരം എന്ന് വിളിക്കാം. ഓവർ വെയിറ്റ് എന്ന് വിളിക്കാം. ഒബിസിറ്റി അല്ല, അത് ഓവർ വെയിറ്റാ കേട്ടോ. ഓവർ വെയിറ്റ്, ഇതൊരു ഒബിസിറ്റി എത്തിയില്ല. 25നും 29.9 ഇടയ്ക്കാണെങ്കിൽ എന്ത് പറയാം? ഓവർ വെയിറ്റ് എന്ന് പറയാം. എടാ പക്ഷെ പ്രശ്നം എന്താ അറിയോ? ഈ വ്യക്തികൾക്ക് എന്തിനുള്ള സാധ്യത ഉണ്ട്? അമിത അല്ലെങ്കിൽ ഒബിസിറ്റിക്ക് സാധ്യത ഉണ്ട് കേട്ടോ. ഒബിസിറ്റിക്കുള്ള സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് അമിത ഭാരമുള്ള ആൾക്കാർ. ഇവരെന്ത് ചെയ്യണം? ഇവര്
ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി ഇവരുടെ വെയിറ്റിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇവര് ഒബിസിറ്റിയിലോട്ട് വീഴും. മനസ്സിലായ? അമിതഭാരമുള്ള ആൾക്കാര് ജീവിതശൈലി നിയന്ത്രിക്കണം. എങ്ങനെ? ഭക്ഷണത്തെ നിയന്ത്രിക്കണം, ശരീരത്തെ വ്യായാമത്തിലൂടെ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ അവന്റെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി അവന്റെ വണ്ണത്തെ ഒന്ന് അല്ലെങ്കിൽ വെയിറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ അവൻ എങ്ങോട്ട് പോകൂല? ഒബിസിറ്റിയിലേക്ക് പോകൂല. ഒന്നുകൂടെ ഓർക്കണം, 18.5 അതിന്റെ താഴെയാണ് എങ്കിൽ വെയിറ്റ് ഇല്ല. 18.5നും 24.9ന്റെയും ഇടയ്ക്കാണ് എങ്കിൽ നോർമൽ വെയിറ്റ്. 25നും 29.9ന്റെ ഇടയിലുമാണ് എങ്കിൽ അത് ഓവർ വെയിറ്റ് എന്ന് പറയാം. ഓവർ വെയിറ്റ് ഉള്ളവൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒബിസിറ്റിയിലോട്ട് വിടും. അപ്പൊ അവന്റെ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്താൽ ഒബിസിറ്റി അവൻ ഒഴിവാക്കാം. ഇനി നോക്കടാ, ഇനി അവൻ ഒബിസിറ്റി എന്ന് അവനെ വിളിക്കുന്നത് 30ന്റെ മേലെ പോയാലാണ്. കേട്ടടാ, 30 കൂടുതലാണ് എങ്കിൽ അവൻ ഒബിസിറ്റി. അപ്പൊ ഒരുത്തന്റെ വെയിറ്റ് 30ൽ കൂടുതലാണ് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഒബിസിറ്റി എന്ന് വിളിക്കാം. 30ന്റെ താഴെ നിൽക്കുമ്പോൾ മാത്രമേ അവൻ അമിത ഭാരം എന്ന് നമ്മൾ പറയുമ്പോൾ, 30ന്റെ മേലെ പോകുമ്പോ അമിത വണ്ണം എന്നൊരു സാധനം അല്ലെങ്കിൽ ഒബിസിറ്റി എന്നിലോട്ട് പോകുന്നു. നോക്കടാ, ഒബിസിറ്റി 3 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 അതായത് ഒബിസിറ്റി ക്ലാസ് 1 ഉണ്ട്, ഒബിസിറ്റി ക്ലാസ് 2 ഉണ്ട്, ഒബിസിറ്റി ക്ലാസ് 3 ഉണ്ട്, ഒബിസിറ്റി ക്ലാസ് 1 ഉണ്ട്, ഒബിസിറ്റി ക്ലാസ് 2 ഉണ്ട്, ഒബിസിറ്റി ക്ലാസ് 3 ഉണ്ട്. ഇങ്ങനെ ഒബിസിറ്റി നമുക്ക് എത്ര ടൈപ്പ് ഉണ്ടടാ? 3 ടൈപ്പ് ഉണ്ട്. 30നും 34.9ന്റെയും ഇടക്കാണ് എങ്കിൽ ക്ലാസ് 1 ഒബിസിറ്റി. 30നും 34.9ന്റെയും ഇടയ്ക്കാണ് വെയിറ്റ് എങ്കിൽ ക്ലാസ് 1 ഒബിസിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഒരു മിതമായ പൊണ്ണത്തടിയാണ്, പക്ഷേ ഒരു ജീവിതശൈലി രോഗം വരാനുള്ള സാധ്യതയൊക്കെ അവനിൽ എന്ത് ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാൽ അടുത്ത് നോക്കടാ, 35നും 39.9ന്റെയും ഇടയിലാണ് എങ്കിൽ ക്ലാസ് 2 ഒബിസിറ്റി ആണെന്ന് പറയാം. 35നും 39.9ന്റെയും ഇടയ്ക്കാണെങ്കിൽ ക്ലാസ് 2 ഒബിസിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ജീവിതശൈലി രോഗം പടയെന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അമിതമായ വണ്ണം എന്നൊക്കെ നമുക്ക് ഈ ടൈപ്പ് ആൾക്കാരെ വിളിക്കാം. ഓക്കെ, അപ്പൊ 30ന്റെ മേലെ ഒബിസിറ്റി, 30ന് 34.9 എങ്കിൽ അതിന് എന്ത് നമുക്ക് വിളിക്കാം? ക്ലാസ് 1 എന്ന് വിളിക്കാം. 35നും 39.9ന്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ക്ലാസ് 2 എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഗ്രേറ്റർ ദാൻ 40, 40ന്റെ മേലെ പോയി കഴിഞ്ഞാൽ അത് ഒബിസിറ്റി ക്ലാസ് 3 എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ മോർബിഡ് ഒബിസിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം ഒബിസിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ആ പേര് ശ്രദ്ധിക്കണേടാ, മോർബിഡ് ഒബിസിറ്റി. മോർബിഡ് ഒബിസിറ്റി എത്രയാണ്? ഗ്രേറ്റർ ദാൻ 40, 40ന്റെ മുകളിലാണ് വെയിറ്റ് എങ്കിൽ, 40ന്റെ മുകളിലാണ് അവന്റെ വെയിറ്റ് എങ്കിൽ എന്നല്ല ഉദ്ദേശിച്ചത്. 40ന്റെ മുകളിലാണ് അവന്റെ BMI എങ്കിൽ, 40ന്റെ മുകളിലാണ് ബോഡി മാസ് ഇൻഡെക്സ് എങ്കിൽ അവനെ നമുക്ക് ക്ലാസ് 3 ഒബിസിറ്റി അല്ലെങ്കിൽ മോർബിഡ് ഒബിസിറ്റി അല്ലെങ്കിൽ എക്സ്ട്രീം ഒബിസിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണേ. ഒബിസിറ്റി ക്ലാസ് 3. അപ്പൊ ക്ലാസ് 1 എന്ന് പറയുന്നത് 30നും 34.9ന്റെയും ഇടയ്ക്ക്, 35നും 39.9ന്റെയും ഇടയ്ക്കാണെങ്കിൽ ക്ലാസ് 2 എന്ന് പറയാം. ഈ ക്ലാസ് 2 അമിതവണ്ണമാണ്, അല്ലെങ്കിൽ അമിതവണ്ണത്തിൽ തന്നെ ഹൈ ആണ്. പിന്നെ ജീവിതശൈലി രോഗം ടപ്പയെന്ന് വരാൻ സാധ്യത കൂടുതലാണ്. ക്ലാസ് 3 എന്ന് പറഞ്ഞാൽ 40ന്റെ മുകളിൽ, 40ഓ അതിന്റെ മുകളിലോ പോകുന്നതാണ്. എന്താ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ എക്സ്ട്രീം ഒബിസിറ്റി എന്നോ അതുപോലെ മോർബിഡ് ഒബിസിറ്റി എന്നോ നമുക്ക് വിളിക്കാം. എടാ, ജീവന് തന്നെ ഭീഷണിയാകുന്ന അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉള്ള ഒരു ടൈപ്പ് ഒബിസിറ്റിയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ടൈപ്പ് 3 ഒബിസിറ്റി എന്ന് വിളിക്കുന്നത്. മരണത്തിന് വരെ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഒബിസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാസ് 3 ഒബിസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്ലാസ് 3 ഒബിസിറ്റിയുടെ അളവ് നമ്മൾ എത്രയാ പറഞ്ഞത്? അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേടാ. ക്ലാസ് 3 ഒബിസിറ്റിയുടെ അളവ് എത്രയാണടാ? അതിന്റെ അളവെന്ന് പറയുന്നത് 40ൽ കൂടുതലാണെന്ന് മനസ്സിലാക്കണം. ഇനി നോക്കടാ, ഇവിടെ എന്ന് പറയുന്നത് 40ന്റെ മേലെ. BMI നിരക്ക് വെയിറ്റ് അല്ല മോനെ, BMI നിരക്ക് 40ന്റെ മേലെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് രക്ഷപ്പെടാനെന്ന് പറയുന്നത് പെട്ടെന്നുള്ള ചില ട്രീറ്റ്മെന്റുകളും അതുപോലെ ബാരിയാട്രിക് സർജറി,
ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാനുള്ള ഒരു സർജറിയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ബാരിയാട്രിക് സർജറി എന്ന് വിളിക്കുന്നത് കേട്ടോ. ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്ന സർജറിയെ വിളിക്കുന്ന പേരാണ് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. മേ ബി ആ ബാരിയാട്രിക് സർജറി കൊണ്ട് കൊഴുപ്പിനെ കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വരാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് ഉള്ള ഒരു ശമനം, പക്ഷെ അവിടെയും ചില അപകട സന്ദർഭങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓർത്ത് ഉച്ചരിക്കേണ്ട പോയിന്റ് ഇതാണ്: 18.5 താഴെയാണ് എങ്കിൽ അവന് വെയിറ്റ് ഇല്ലെന്ന് പറയാം. 18.5 24.9 ഇടയ്ക്കാണെങ്കിൽ നോർമൽ ആണെന്ന് പറയാം. 25 30 ഇടയ്ക്കാണ്, 29.9 ഇടയ്ക്കാണെങ്കിൽ അമിത ഭാരമാണ് എന്ന് പറയാം. 30 മേലെ പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒബിസിറ്റി എന്ന് വിളിക്കാം. ഒബിസിറ്റിയെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 3 ക്ലാസ് ആയിട്ട് നമ്മൾ ഒബിസിറ്റിയെ തരംതിരിച്ചു. ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് 3 ഉണ്ട്. ക്ലാസ് 1 എന്താണ് എന്ന് ചോദിച്ചാൽ ഒബിസിറ്റിയുടെ ക്ലാസ് 1 എന്ന് പറയുന്നത് 30 34.9 ഇടയ്ക്കാണ്. 35 39.9 ഇടയ്ക്കാണെങ്കിൽ അത് ക്ലാസ് 2 എന്ന് വിളിക്കാം. ക്ലാസ് 3 എന്ന് പറയുന്നത് 40 അതിന്റെ മേലെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാസ് 3 എന്ന് വിളിക്കുന്നത്. ബാരിയാട്രിക് സർജറിക്ക് സാധ്യത അല്ലെങ്കിൽ അതിന് ഡോക്ടർ പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ 40 മേലെയുള്ള വെയിറ്റ് ഉള്ള ഒബിസിറ്റി അല്ലെങ്കിൽ ക്ലാസ് 3ക്കാണ്. ആ ക്ലാസ് 3ക്ക് പറയുന്ന 2 പേരുകളാണ്. ഒന്ന് എക്സ്ട്രീം ഒബിസിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മോർബിഡ് ഒബിസിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെക്ഷനിൽ ഇത്രയും മതി. അടുത്ത സെക്ഷനിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ട്രോക്ക്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ സെറ്റായിട്ട് പഠിക്കാം. മറ്റൊരു സെഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.